വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈസി ഖുർആൻ സ്റ്റഡി സെന്ററിലേക്ക് എല്ലാ സഹോദരങ്ങളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നാം വിശുദ്ധ ഖുർആനിലെ 7-ാമത്തെ അധ്യായമായ അൽ അറാഫ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ സൂറത്തുൽ അറാഫിലെ 81 ആയത്തുകളുടെ ആശയങ്ങളാണ് നാം മനസ്സിലാക്കിയത്. പ്രവാചകന്മാരുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളാണ് ഈ ഭാഗത്ത് വരുന്നത് എന്ന് നമുക്കറിയാം. നൂഹ് അലൈഹിസ്സലാം, അതുപോലെ ഹൂദ് അലൈഹിസ്സലാം, സ്വാലിഹ് അലൈഹിസ്സലാം എന്നീ പ്രവാചകന്മാരുടെ ചരിത്രം ചുരുങ്ങിയ ആയത്തുകളിൽ നാം മനസ്സിലാക്കി. തുടർന്ന് ലൂത്ത് അലൈഹിസ്ലാമിൻ്റെ ജനതയെക്കുറിച്ചാണ് ഒടുവിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 80 മുതലുള്ള ആയത്തുകളിൽ 81 ആയത്തുകളാണ് നാം പഠിച്ചത്. അഥവാ ലൂത്ത് അലൈഹിസ്സലാം പ്രവാചകന്റെ സമൂഹത്തിൽ പ്രബോധന പ്രവർത്തനം ആരംഭിക്കുന്നു. അന്ന് അവിടെ ഒരു മ്ലേച്ഛവൃത്തി വളരെ സജീവമായിട്ട് നിലനിന്നിരുന്നു. എന്താണ്? സ്വവർഗഭോഗമായിരുന്നു അത്. അപ്പൊ അതിനെക്കുറിച്ചാണ് ലൂത്ത് അലൈഹി ഇസ്ലാം അവരെ ഉണർത്തുന്നത്. ആണ് ആണിനെ, പെണ്ണ് പെണ്ണിനെ പ്രാപിക്കുന്ന ശാരീരിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്ന രീതിയാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ അവരെ ആ വിഷയത്തിലാണ് ലൂത്ത് അലൈഹി ഇസ്ലാം മുഖ്യമായി ഉണർത്തുന്നത്. എന്നാൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം എന്ന കാര്യം പറഞ്ഞില്ല എന്നല്ല, മറിച്ച് ആ ഇബാദത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഇത്തരം തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കണം, അള്ളാഹു കൽപ്പിച്ച രൂപത്തിൽ ജീവിക്കണം എന്ന് പറഞ്ഞു കൊടുക്കാൻ. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ സ്ത്രീകൾക്ക് പകരം പുരുഷന്മാരെയാണ് പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ വല്ലാതെ പരിധി ലംഘിച്ച ഒരു സമൂഹമായിരിക്കുന്നു എന്ന് അവരെ ലൂത്ത് അലൈഹിസ്ലാം ഉണർത്തി. അപ്പൊ ഇനി 82-ാമത്തെ ആയത്തില് അവരുടെ പ്രതികരണം എന്തായിരുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ കാന ജവാബ ഖൗമിഹി ഇല്ലാ അൻ قالوا أخرجوهم من قريتكم إنهم أناس يتطهرون فأنجيناه وأهله إلا امرأته كانت من الغابرين وأمطرنا عليهم مطرا فانظر كيف كان عاقبة المجرمين. ഇനി 3 ആയത്തുകൾ കൂടിയാണ് ലൂത്ത് അലൈഹിസ്ലാമിൻ്റെ സമൂഹത്തെക്കുറിച്ച് ഈ സൂറയിൽ അല്ലാഹു തആല അവതരിപ്പിച്ചിരിക്കുന്നത്. 82-ാമത്തെ ആയത്ത് ലൂത്ത് അലൈഹിസ്ലാമിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് ആ ജനത നൽകുന്ന മറുപടിയാണ്. വമാ കാന ജവാബ ഖൗമിഹി. വമാ, ഇവിടെ മാ നിഷേധ അർത്ഥത്തിലാണ്, അല്ല എന്നാണ് ഉദ്ദേശം. കാന, ആയിരുന്നു. വമാ കാന, ആയിരുന്നില്ല. ജവാബ്, എന്താണ് ജവാബ്? ഉത്തരം എന്നാണല്ലോ, അഥവാ മറുപടി എന്ന് പറയാം. ഖൗമിഹി, തൻ്റെ ജനതയുടെ. വമാക്കാന ജവാബ ഖൗമിഹി, അദ്ദേഹത്തിൻ്റെ ജനതയുടെ മറുപടി ആയിരുന്നില്ല, അഥവാ ആയിരുന്നു എന്നാണ്. ഇല്ലാ അൻ ഖാലു, അവർ പറഞ്ഞു എന്നതല്ലാതെ. എന്താ അവർ പറഞ്ഞത്? അഖ്രിജൂഹും, അഖ്റജ പുറന്തള്ളുക എന്നാണല്ലോ, പുറത്താക്കുക. അഖ്രിജ്, നീ പുറത്താക്കൂ.
അഖ്രിജു നിങ്ങൾ പുറത്താക്കുവിൻ, ഹും ഇവരെ. ആരെയാ പുറത്താക്കേണ്ടത്? ഈ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവരെയല്ല, പിന്നെ ഇവരെ ഉപദേശിക്കുന്ന ആൾക്കാരെ പുറത്താക്കണം. അഖ്രിജൂഹും ഇവരെ നിങ്ങൾ പുറത്താക്കുവിൻ, മിൻ ഖറിയത്തിക്കും നിങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്താക്കുവിൻ എന്നാ പറഞ്ഞത്. ഇന്നഹും ഇവരുണ്ടല്ലോ, ഈ ഉപദേശിക്കുന്ന ആൾക്കാര്, ഉനാസുൻ ഒരു തരം ആളുകളായിരിക്കുന്നു, യതതഹറൂൻ വിശുദ്ധി ചമയുന്ന ആൾക്കാരാണ് ഇവര് എന്നാ പറഞ്ഞത്. ഒന്നുകൂടി അർത്ഥം ശ്രദ്ധിക്കാം. വമാക്കാന ജവാബ ഖൗമിഹി, അദ്ദേഹത്തിന്റെ ലൂത്ത് അലൈഹിസ്ലാമിന്റെ ജനതയുടെ മറുപടി ആയിരുന്നില്ല, ഇല്ലാ അൻ ഖാലു അവർ പറഞ്ഞതല്ലാതെ, അഥവാ അവരിങ്ങനെ പറയാണ് ചെയ്തത്, അഖ്രിജൂഹും ഇവരെ പുറത്താക്കുവിൻ, മിൻ ഖറിയത്തിക്കും നിങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്താക്കുവിൻ. ഇന്നഹും ഇവർ, ഈ ഉപദേശിക്കുന്ന ആൾക്കാര്, ഉനാസുൻ ഒരു സമൂഹമായിരിക്കുന്നു, ഒരു വിഭാഗം ആളുകളാണ്, യതതഹറൂൻ വിശുദ്ധി ചമഞ്ഞ ആൾക്കാരാണ് എന്നാ പറഞ്ഞത്. ഇൻസ് എന്ന് മനുഷ്യന് പറയും, ഇൻസാൻ എന്ന് പറയും അല്ലെ. അതിന്റെ ബഹുവചനം അനാസി എന്നാണ്, മനുഷ്യർ. അതേസമയത്ത് നാസ് എന്ന് മനുഷ്യവർഗത്തെ കുറിച്ച് പറയുന്ന ഒരു വാക്കുണ്ട്. നാസ് മനുഷ്യർ. ഉനാസ് എന്നത് മനുഷ്യ വിഭാഗങ്ങൾ എന്നുള്ള അർത്ഥത്തിലാണ് പറയാം. സൂറത്തുൽ ബഖറയിലേക്ക് വന്നിട്ടുണ്ട്, ഖദ് അലിമ കുല്ലു ഉനാസിം മശ്റബഹും, അവരിൽ ഓരോ ജനവിഭാഗവും അവരുടെ പാനസ്ഥലം തിരിച്ചറിഞ്ഞു. എന്താണ്? ഇസ്രായേലിയരിൽ എത്ര വിഭാഗം ആളുകൾ ഉണ്ടായി? 12 ഗോത്രങ്ങൾ ഉണ്ടായിരുന്നല്ലോ ആ സമയത്ത്. ആ 12 ഗോത്രങ്ങൾക്കും പ്രത്യേകമായ അരുവികൾ അല്ലാഹു തആല കുടിക്കാനായിട്ട് ഒഴുക്കി കൊടുക്കുകയാണ്. അപ്പൊ അവിടെ അവരെ കുറിച്ച് പറയാൻ ഉനാസ്, അവർ വ്യത്യസ്ത ഗോത്രങ്ങളായ വ്യത്യസ്ത വിഭാഗങ്ങളായ ജനസമൂഹമാണ് എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. അതേപോലെ ഇവിടെ ഈ മനുഷ്യന്മാരുണ്ടല്ലോ, ഉപദേശിക്കാൻ വന്ന ആൾക്കാർ നമ്മളെ പോലുള്ള മനുഷ്യന്മാരല്ല, അവര് വേറെ തന്നെ ഒരു ടീമാണ്. ഇന്നഹും ഉനാസുൻ, അവർ വേറൊരു വിഭാഗം മനുഷ്യരാണ്. യതതഹറൂൻ, അവരുടെ പ്രത്യേകത എന്താണ്? അവര് വിശുദ്ധി ചമയുന്നവരാണ് എന്ന് അല്ലാഹു തആല എടുത്തു പറയണം. അവര് പറഞ്ഞതായിട്ട് എടുത്തു പറയാം. അപ്പൊ എന്താ മനസ്സിലാക്കേണ്ടത്? ഈ ലൂത്ത് അലൈഹിസ്ലാമിന്റെ ജനത അന്ന് ചെയ്തുകൊണ്ടിരുന്ന അതിക്രമങ്ങൾക്കെതിരിൽ ലൂത്ത് അലൈഹിസ്ലാം അവരെ ഉപദേശിക്കാൻ, നിങ്ങൾ ഇങ്ങനെയൊന്നും ആയാൽ പറ്റില്ല, നിങ്ങൾ നന്നാവണം, ഈ പ്രകൃതി വിരുദ്ധ പ്രവർത്തനങ്ങൾ വളരെ അപകടം ചെയ്യും, നിങ്ങളുടെ ജീവിത വിശുദ്ധി തകർക്കും, നിങ്ങൾ അധാർമികതയിൽ ചെന്നുപെടും, നിങ്ങളുടെ ആരോഗ്യത്തെ അത് ക്ഷയിപ്പിച്ചു കളയും, നിങ്ങൾക്ക് പിൻതലമുറ ഇല്ലാത്ത വിധം മനുഷ്യന്റെ ഈ വംശം തന്നെ ഇല്ലാതെയായി പോകും, അതുകൊണ്ട് ഈ പ്രവൃത്തിയിൽ നിന്ന് നിങ്ങൾ പിന്മാറണം എന്നാ പറഞ്ഞത്. അപ്പൊ അവരുടെ മറുപടി എന്താണ്? ആഹാ, സ്വസ്ഥമായിട്ട് ജീവിക്കാനും സമ്മതിക്കില്ല അല്ലേ? അഖ്രിജൂഹും മിൻ ഖറിയത്തിക്കും, ഈ ഉപദേശിക്കുന്ന ആൾക്കാരെ നിങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്താക്കുവിൻ, നമുക്കിവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കണം, അതിന് ആർക്കും തടസ്സമാകരുത്. ഇതായിരുന്നു അവരുടെ പോളിസി. എന്ന് പറഞ്ഞാൽ എന്തു വന്നാലും ആസ്വദിച്ചിടണം ചാറുപോലുള്ളൊരു ജീവിതം എന്ന് പാടിയ പോലെ നമ്മുടെ സ്വൈര ജീവിതത്തിന് ആരും തടസ്സമാകരുത് എന്നാണ്. പുതിയ കാലത്ത് അങ്ങനെയൊക്കെ തന്നെയാണ്. ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾക്ക് വല്ലാത്ത സാംസ്കാരിക പരിവേഷവും പരിഷ്കാരവും ഒക്കെ നൽകുന്ന കാലമാണിത് അല്ലേ? അങ്ങനെയാണല്ലോ. ആ അവസ്ഥയിൽ എത്തിയിരിക്കുന്നു. ഇങ്ങനെ സ്വവർഗരതിക്കാർക്ക് വിവാഹം കഴിക്കാം, ഒന്നിച്ച് ജീവിക്കാം, പരസ്പര സമ്മതപ്രകാരം ഒന്നിച്ച് ജീവിക്കാം, അവരെ ആരും തടയരുത്. ഇങ്ങനെ അനുവദിച്ചു കൊടുക്കുകയാണ്. അവർക്ക് ലൈസൻസ് കൊടുക്കുന്നു, അവർക്ക് വിവാഹ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു, അവർക്ക് ഇനി ഭരണഘടനാപരമായ അവകാശങ്ങൾ പോലും വകവെച്ചു കൊടുക്കും, അവർക്ക് യൂണിയൻ ഉണ്ടാകുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിലേക്കാണ് ലോകം പോകുന്നത്. പല നാടുകളിലും ആ ബില്ല് പാസ്സായിരിക്കുന്നു, നമ്മുടെ രാജ്യത്തും വന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള സവിശേഷമായ ഒരു അവസ്ഥ
ലോകത്ത് രൂപപ്പെടുകയാണ്. അതുകൊണ്ട് ഞങ്ങളല്ല കുഴപ്പക്കാർ, ഞങ്ങളെ ഉപദേശിക്കാൻ വരുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് അവരെയാണ് നാട്ടിൽ നിന്ന് പുറത്താക്കേണ്ടതെന്ന് പറയണം. എന്തൊരു വിരോധാഭാസമാണ് അല്ലേ? നമ്മളിപ്പോ ഇങ്ങനെയുള്ള പ്രവൃത്തികൾ കണ്ടാൽ അതിനെതിരിൽ ആരെങ്കിലും രംഗത്ത് വന്നാൽ അവരെ പരിഹസിക്കുകയും അവരെ ഒറ്റപ്പെടുത്തുകയും ചെയ്യാണ്. ഇപ്പോൾ ഒരു സദാചാര പോലീസ് വന്നിരിക്കുന്നു. എറണാകുളത്തൊക്കെ അങ്ങനെ സംഭവം ഉണ്ടായി ഓർക്കുന്നില്ലേ? മറൈൻ ഡ്രൈവിലൊക്കെ ഇങ്ങനെയുള്ള മോശപ്പെട്ട ഏർപ്പാടുകൾ ആൾക്കാർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആ നിലക്കുള്ള അന്തരീക്ഷത്തിൽ വന്നിരിക്കുമ്പോൾ അവരെ ഉപദേശിക്കുന്ന ആൾക്കാരെ തല്ലി ഓടിച്ച സംഭവങ്ങളുണ്ട് അല്ലേ? അങ്ങനെയൊക്കെയാണ് സദാചാര പോലീസ്, ഉപദേശി അമ്മാവൻ, അല്ലെങ്കിൽ എന്താണ് പുതിയ വാക്ക് തന്തവൈബ് എന്നൊക്കെയാണ് ഉപദേശിക്കുന്ന ആൾക്കാരെ കുറിച്ച് ഇങ്ങനെയൊക്കെയുള്ള ചില പുതിയ പ്രയോഗങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിനാൽ അഖ്രിജൂഹും മിൻ ഖറിയത്തിക്കും, നിങ്ങളുടെ നാട്ടിൽ നിന്ന് ഈ ഉപദേശികളെ നാട് കടത്തും എന്ന് പറഞ്ഞു. ഇന്നഹും ഉനാസു യതതഖറൂൻ, ഇവര് വിശുദ്ധി ചമയുന്ന ആൾക്കാരാണ്. കണ്ടില്ലേ, സദാചാര പോലീസാണ് എന്ന് അന്നത്തെ കാലത്ത് ലൂത്ത് അലൈഹിസ്ലാമിനോട്, ലൂത്ത് അലൈഹിസ്ലാമിന്റെ അനുയായികളോട്, പ്രബോധകന്മാരോട് ആ സമൂഹം പറയാണ്, നിങ്ങൾ വിശുദ്ധി ചമയുന്നവരാണ്. അപ്പൊ നല്ലത് പറയുമ്പോൾ ഓ ഒരു വിശുദ്ധൻ വന്നിരിക്കുന്നു, ഞങ്ങളൊക്കെ പോലെ അങ്ങ് ജീവിച്ചാൽ മതി എന്ന രൂപത്തിൽ നന്മ കൽപ്പിക്കുന്ന, നന്മ ഉപദേശിക്കുന്ന ആൾക്കാരെ പിന്തിരിപ്പിക്കാൻ. നേരത്തെ സ്വാലിഹ് അലൈഹി ഇസ്ലാം തൻ്റെ ജനത നശിപ്പിക്കപ്പെട്ടപ്പോൾ അവരെ നോക്കി പറഞ്ഞില്ലേ, നിങ്ങൾ ഉപദേശം ഇഷ്ടപ്പെടാത്തൊരു സമൂഹമായി മാറിപ്പോയല്ലോ എന്ന് അവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതാണ് പൊതുവെയുള്ള ഒരു സാഹചര്യം എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് പല പേരുകളിലാണ്, LGBT എന്നൊക്കെ പറഞ്ഞിട്ട്, ലെസ്ബിയനും അതുപോലെ ഒക്കെയുള്ള പല പേരുകൾ ഉപയോഗിച്ചുകൊണ്ടാണ്, ഗേ എന്നൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് ഇവരെ കുറിച്ച് പറയുന്നത് അല്ലെ? ഇവര് ആ നിലക്ക് സംരക്ഷണം അർഹിക്കുന്ന, അവകാശമുള്ള ആളുകളാണ് എന്ന രൂപത്തിൽ സമൂഹം അവർക്ക് പ്രത്യേകമായ പരിഗണന നൽകുന്ന ഒരു ചുറ്റുപാടിലേക്ക് മാറുകയാണ്. അപ്പൊ അത് സൃഷ്ടിക്കുന്ന ദുരന്തം വളരെ ഗുരുതരമായിരിക്കും എന്നത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ഇനി 83-ാമത്തെ ആയത്തിലേക്ക് പോവാം. فَأَنْجَيْنَاهُ وَأَهْلَهُ إِلَّا امْرَأَتَهُ كَانَتْ مِنَ الْغَابِرِينَ. ഒടുവിൽ എന്തായി? അങ്ങനെ രക്ഷപ്പെടുത്തി, യുഞ്ചി രക്ഷപ്പെടുത്തി എന്നാണ്, അല്ലെങ്കിൽ നജ്ജ എന്ന വാക്കും ഖുർആൻ ഉപയോഗിക്കുന്നുണ്ട്. അൻജൈന, നാം രക്ഷപ്പെടുത്തി, ഹു അദ്ദേഹത്തെ, ആരെ? ലൂത്ത് അലൈഹിസ്ലാമിനെ, വ അഹ്ലഹു അദ്ദേഹത്തിന്റെ കുടുംബത്തെയും രക്ഷപ്പെടുത്തി, ഇല്ല ഒഴികെ, ഇമ്രഅത്തഹു അദ്ദേഹത്തിന്റെ ഭാര്യ ഒഴികെ എന്ന് പ്രത്യേകം എടുത്തു പറയാണ്. കാനത്ത് അവർ ആയിരുന്നു, മിനൽ ഗാബിരീൻ നാശത്തിന് ഇരയായവരുടെ കൂട്ടത്തിൽപ്പെട്ടവരായിരുന്നു, അല്ലെങ്കിൽ പിന്തി നിന്നവരുടെ കൂട്ടത്തിലായിരുന്നു അവര്. 83 ഫ അൻജൈനാഹു നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. എന്താ അവിടെ ഫ പറഞ്ഞത്? അവരെ ലൂത്ത് അലൈഹി ഇസ്ലാം കാലങ്ങളായിട്ട് ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉപദേശം അവർ സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, അതിനെ ധിക്കരിക്കുകയും ഉപദേശിക്കുന്നവരെ പുറത്താക്കാൻ വേണ്ടി തീരുമാനമെടുക്കുകയും ചെയ്തു. അപ്പൊ അവര് ആ തിന്മയിൽ ഉറച്ചു നിൽക്കുകയാണ്, അതിനെ ന്യായീകരിക്കുകയാണ്. അങ്ങനെ മുന്നോട്ട് പോയപ്പോ അപ്പോൾ അള്ളാഹു താല തീരുമാനം എടുക്കുകയാണ് അല്ലെ? എന്തായിരിക്കും തീരുമാനം? അവരെ ശിക്ഷിക്കാനുള്ള അവന്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോവാണ്. ഫ അൻജൈനാഹു, അപ്പൊ അതിന്റെ മുന്നൊരുക്കത്തിന്റെ ഭാഗമായിട്ട് നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. വ അഹ്ലഹു അദ്ദേഹത്തിന്റെ കുടുംബത്തെയും രക്ഷപ്പെടുത്തി. ആരായിരിക്കും കുടുംബം? ഒന്ന് ലൂത്ത് അലൈഹിസ്ലാമിന്റെ മക്കൾ അടങ്ങുന്ന കുടുംബം തന്നെയാണ്. പിന്നെ അഹ്ൽ എന്ന് പ്രവാചകന്മാരോട് ചേർത്ത് പറയുമ്പോൾ ആ പ്രവാചകന്മാരെ പിന്തുണച്ച അനുയായികളും അതിൽ ഉൾപ്പെടും എന്ന് മനസ്സിലാക്കണം. ഫ അൻജൈനാഹു വ അഹ്ലഹു ഇല്ല ഇംറഅതഹു, എന്നാൽ ഒരാൾ ഒഴികെ എന്ന് പ്രത്യേകമായിട്ട് ഇവിടെ എടുത്തു പറയുന്നുണ്ട്. അത് ആരായിരിക്കും?
ഇല്ലംറഅത്തഹു എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന്റെ പത്നിയെ കുറിച്ചാണ്. ഇമ്രഅത്ത് എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇമ്രഅത്ത് സ്ത്രീ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കും. അതേപോലെ തന്നെ ഒരാളോട് ചേർത്ത് പറയുമ്പോൾ പത്നി എന്ന ആശയത്തിലും ഉപയോഗിക്കും. എല്ലായിടത്തും പത്നി തന്നെ ആവണമെന്നില്ല. ഇമ്രഅത്തു ഇമ്രാൻ, ഇമ്രാൻ കുടുംബത്തിലെ സ്ത്രീ എന്നും അവിടെ വ്യാഖ്യാനമുണ്ട്. എന്നാൽ ഇമ്രാന്റെ ഭാര്യ എന്ന വ്യാഖ്യാനവുമുണ്ട് എന്ന് മനസ്സിലാക്കാം. ചിലയിടങ്ങളിൽ ഇമ്രഅത്ത് പറയുമ്പോൾ കുറച്ചൊന്ന് അകറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ശൈലിയാണത് എന്ന് പറയും. അത് മക്കളില്ലാത്ത സ്ത്രീയെ കുറിച്ച് പറയുന്നിടത്താണ് ഇങ്ങനെയൊക്കെയുള്ള ചില സന്ദർഭങ്ങളിൽ അങ്ങനെ വരുന്നതായിട്ട് കാണാൻ പറ്റും. എന്നാൽ ഇണ എന്ന അർത്ഥത്തിൽ സൗജ് എന്ന് തന്നെ ഖുർആൻ എടുത്തു പറയുന്നതും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അൻജൈനാഹു അഹ്ലഹു, ആ അഹ്ലില് കൂടെയുള്ളവരും എന്ന് വരുന്നു. വമൻ ആമന മഅഹു, അഥവാ ലൂത്ത് അലൈഹിസ്ലാമിൽ വിശ്വസിച്ച എല്ലാവരും എന്ന ആശയത്തില് അവിടെ പ്രയോഗിക്കുന്നുണ്ട്. അപ്പോ ലൂത്ത് അലൈഹിസ്ലാമിന്റെ ഭാര്യയുടെ അവസ്ഥ എന്തായിരുന്നു? സൂറത്തു തഹരീമില് 10-ാമത്തെ ആയത്തില് അള്ളാഹു താല എടുത്തു പറയുന്നുണ്ട്. ലറബല്ലാഹു മസലൻ ലില്ലദീന കഫറു ഇംറഅത നൂഹിൻ വഇംറഅത ലൂത്ത്. ആ ഭാഗത്ത് സത്യവിശ്വാസികൾക്കുള്ള ഉദാഹരണമായിട്ട് അള്ളാഹു താല മറിയമിനെ പറയുന്നുണ്ട്. അതുപോലെ ഫിർഔനിന്റെ പത്നിയെ ആസിയ ബീവിയെ കുറിച്ച് പറയുന്നുണ്ട്. സത്യനിഷേധികൾക്കുള്ള ഉപമയായിട്ട് പറയുന്നത് ആരെയാണ്? ഒന്ന് നൂഹ് അലൈഹിസ്ലാമിന്റെ പത്നിയാണ്. നൂഹ് അലൈഹിസ്ലാമിന്റെ പത്നി നൂഹ് അലൈഹിസ്ലാമിൽ വിശ്വസിച്ചിട്ടില്ല. അതുപോലെ തന്നെ ലൂത്ത് അലൈഹിസ്ലാമിന്റെ പത്നിയെ കുറിച്ച് പറയുന്നു. കാനത്താ തഹ്ത അബ്ദൈനി മിൻ ഇബാദിന സ്വാലിഹൈൻ, നമ്മുടെ സജ്ജനങ്ങളിൽപ്പെട്ട 2 ദാസന്മാരുടെ കീഴിലാണ് അവർ ജീവിച്ചിരുന്നത്, അവരുടെ പത്നിമാരായിട്ട്. ഫഖാനതാഹുമ, പക്ഷേ ആ 2 സ്ത്രീകളും ആ 2 പ്രവാചകന്മാരെ വഞ്ചിച്ചു കളഞ്ഞു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. പത്നിയായതുകൊണ്ട് ഒരാൾ നന്നാവണമെന്നില്ലല്ലോ, അല്ലെ? അങ്ങനെയുള്ള ചില സാഹചര്യങ്ങളൊന്നും സംഭവിച്ചിരിക്കും എന്ന് മനസ്സിലാക്കണം. അപ്പൊ നല്ല ആളെ നോക്കിയിട്ട് കല്യാണം കഴിക്കണ്ടേ എന്നൊക്കെ നമുക്ക് ഇന്ന് പറയാം. പക്ഷെ അന്ന് ഒരു ഇസ്ലാമിക സമൂഹം രൂപപ്പെട്ടിട്ടില്ലല്ലോ. അതിനാൽ ഉള്ളവർ തമ്മിൽ വിവാഹം കഴിക്കുന്നു, പിന്നീടായിരിക്കും ഒരാൾക്ക് ഹിദായത്ത് ലഭിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ മറ്റേ ആള് അതേ അവസ്ഥയിൽ തുടരുന്ന സാഹചര്യം ഉണ്ടാകാം. അപ്പൊ അങ്ങനെയുള്ള ഒരു ചുറ്റുപാട് ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാവുന്നു. ഇല്ലംറഅത്തഹു, അപ്പോ പത്നി ഒഴികെ എന്ന് ഖുർആൻ എടുത്തു പറയാണ്. അപ്പൊ അവരെ കുറിച്ച് പറയുന്നത് അവര് ലൂത്ത് അലൈഹിസ്ലാമിന്റെ ആദ്യ പത്നി അല്ല എന്ന അഭിപ്രായമുണ്ട്. ലൂത്ത് അലൈഹിസ്ലാമിന്റെ മക്കളുടെ മാതാവായിരിക്കില്ല എന്നാണ്. കാരണം മക്കള് അഹ്ലഹു, ആ മക്കൾ ലൂത്ത് അലൈഹിസ്ലാമിന്റെ കൂടെ ഉണ്ട്. അപ്പൊ ഈ സ്ത്രീ ഏതാണ്? ആദ്യ ഭാര്യയുടെ മരണശേഷം വിവാഹം ചെയ്തതായിരിക്കാം എന്ന് ചില പണ്ഡിതന്മാര് അവരെ കുറിച്ച് അഭിപ്രായപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഗാബിരീൻ എന്ന് പറയുമ്പോൾ ജീർണിച്ചു, പൊടിപുരണ്ടു, നശിച്ചു, അവശിഷ്ടമായി മാറി എന്നൊക്കെയുള്ള അർത്ഥം ഈ വാക്കിനുണ്ട്. ഗുബാർ, പൊടി എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ്. അപ്പൊ ഇവിടെ കാനത്ത് മിനൽ ഗാബിരീൻ എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശം? നശിച്ചു പോയവരിൽ ഉൾപ്പെട്ട. പൊടി പുരണ്ടു എന്ന് പറഞ്ഞാൽ നശിച്ചു പോവുക, മണ്ണിൽ ചേരുക എന്നുള്ള ആശയം കൂടി അതിനുണ്ട്. അപ്പൊ അവരുടെ ആ സദൂം ഗോത്രമുണ്ടല്ലോ, ആ ഗോത്രത്തിൽപ്പെട്ടവർ തന്നെയായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. ലൂത്ത് അലൈഹിസ്സലാം ഇറാഖിൽ നിന്ന് ഹിജ്റ ചെയ്ത് അവിടെ എത്തുകയാണല്ലോ പ്രവാചക ദൗത്യവുമായിട്ട്. എന്നാൽ ആ സ്ത്രീ ആ നാട്ടുകാരിയായിരുന്നു. അതിനാൽ ആ നാട്ടുകാരുടേതായ സംസ്കാരം അവരിൽ ഉണ്ടായിരുന്നു എന്ന് വ്യാഖ്യാനിക്കപ്പെട്ടതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ലൂത്ത് അലൈഹിസ്ലാമിന്റെ ഭാര്യ സ്വന്തം സമുദായത്തിന്റെ ഈ തിന്മകളൊക്കെ ഏറ്റുവാങ്ങിയവരായിരുന്നു. അതുകൊണ്ടാണ് അവരിങ്ങനെ ശിക്ഷിക്കപ്പെടാൻ കാരണം എന്ന് തന്നെയാണ് പണ്ഡിതന്മാരിൽ ഭൂരിപക്ഷവും പറയുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോ ഈ ഒരു സാഹചര്യം കൂടി അവിടെ ഉണ്ട്. അപ്പൊ അത് വല്ലാത്ത ഗുരുതരമായൊരു അവസ്ഥയാണ്, അല്ലെ? നമ്മൾ വിശ്വാസികളായി തുടരുമ്പോൾ നമ്മുടെ ഇണ അത് അംഗീകരിക്കാത്ത ആളാകുമ്പോൾ മനസ്സിൽ വല്ലാത്തൊരു വിഷമം ഉണ്ടാവും. നമ്മുടെ മക്കൾ അതിൻ്റെ കൂടെ ഇല്ലെങ്കിൽ മനസ്സ് വല്ലാതെ വിഷമിക്കും. ലൂത്ത് അലൈഹിസ്സലാം സ്വാഭാവികമായിട്ടും ആ പരീക്ഷണത്തെ അനുഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. അങ്ങനെ ആ സ്ത്രീ
ലൂത്ത് അലൈഹിസ്സലാമിൽ വിശ്വസിച്ചില്ല എന്നുള്ളതാണ്. അതുപോലെ അവര് പിന്മാറിക്കളഞ്ഞു എന്നുള്ള വ്യാഖ്യാനവും അതിന് ചേർത്ത് പറയുന്നുണ്ട്. ലൂത്ത് അലൈഹിസ്സലാമിന്റെ സന്ദേശത്തിൽ നിന്ന് പിന്മാറി, അവരോട് നമുക്ക് രക്ഷപ്പെടാം, അള്ളാഹുവിന്റെ ശിക്ഷ വരാൻ പോവാണ് എന്ന് പറഞ്ഞപ്പോഴും അവര് പിന്മാറി നിന്നു. ഇനി അതുമല്ല, ആ സമൂഹം ഈ തിന്മ ചെയ്തല്ലോ, ആണുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമീപനം സ്വീകരിച്ചപ്പോൾ ഈ സ്ത്രീ അവർക്ക് കൂട്ടുനിൽക്കുകയായിരുന്നു. അതിന് വേണ്ട സഹകരണങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന പ്രവൃത്തിയും അവർക്കുണ്ടായിരുന്നു എന്നൊക്കെ അതിന് വ്യാഖ്യാനിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഏതായാലും ഇങ്ങനെ ഒരു ചുറ്റുപാടുണ്ടായപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല സത്യവിശ്വാസികളെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി. എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? ഇസ്ലാമിക സമൂഹത്തിന് തുടർച്ച ഉണ്ടാകണമല്ലോ. വിശ്വാസികളും നശിപ്പിക്കപ്പെട്ടാൽ പിന്നെ ലോകത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിക്കുന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു സമൂഹം ഇല്ലാതെയായി പോകും. അത് വളരെ ഗുരുതരമായൊരു സാഹചര്യമാണ്. ലോകത്ത് ആദം അലൈഹിസ്സലാം മുതൽ ഒരിക്കൽ പോലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിക്കുന്ന, അത് വിശ്വസിക്കുന്ന ഒരു ചെറിയ സമൂഹമെങ്കിലും ഇല്ലാതായിട്ടില്ല. എപ്പോഴും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അത് ചിലപ്പോൾ എന്താകും, വളരെ വിശാലമായി വികസിക്കും. ചിലപ്പോൾ അത് ചെറിയൊരു അരുവി പോലെ ചുരുങ്ങിപ്പോകും. ചിലപ്പോൾ സമുദ്രം പോലെ വികസിക്കും. ഇന്നത്തെ കാലം എങ്ങനെയാണ്? ലോകം മുഴുവനും ഒഴുകിപ്പരന്ന കാലമാണ് അല്ലെ നമ്മൾ ജീവിക്കുന്ന കാലം. അങ്ങനെയാണ്. അപ്പൊ അതിനാൽ അല്ലാഹു തആല അതാത് കാലത്തെ വിശ്വാസികളെ, ആ കാലഘട്ടത്തിലെ ധിക്കാരികൾ നശിപ്പിക്കപ്പെടുമ്പോൾ അവരിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നു. എന്നിട്ട് ആ രക്ഷപ്പെടുത്തപ്പെട്ടവരിൽ നിന്നാണ് പിന്നെ അടുത്ത തലമുറകൾ ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു കൈവഴി മുറിഞ്ഞു പോകാതെ അല്ലാഹു തആല നിലനിർത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. അങ്ങനെ ഈ സമൂഹം ശിക്ഷിക്കപ്പെടാൻ പോവാണ്. എങ്ങനെയാണ് അവർ ശിക്ഷിക്കപ്പെട്ടത്? 84-ാമത്തെ ആയത്തിൽ പറയുന്നു, وَأَمْطَرْنَا عَلَيْهِمْ مَطَرًا فَانظُرْ كَيْفَ كَانَ عَاقِبَةُ الْمُجْرِمِينَ. وَأَمْطَرْنَا عَلَيْهِمْ مَطَرًا, وَأَمْطَرْنَا നാം വർഷിച്ചു, അലൈഹിം ആ ജനതയുടെ മേൽ, മത്തറൻ ഒരു പെരുമഴ വർഷിച്ചു, ഒരു പെരുമഴ വർഷിച്ചു. ഫന്ദുർ നീ നോക്കുക, കൈഫ ഖാന എങ്ങനെ ആയിരുന്നു എന്ന്, എന്തായിരുന്നു എന്ന്, ആഖിബ പരിണതി പര്യവസാനം, അൽ മുജ്രിമീൻ ഈ പാപികളുടെ കുറ്റവാളികളുടെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്നു നീ നോക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, അല്ലെങ്കിൽ നാം ഓരോരുത്തരോടും ഈ ചരിത്രം നിങ്ങൾ പഠിക്കണം എന്ന് ഉണർത്താണ്. വഅംതർന അലൈഹിം മത്തറ, വളരെ ശക്തമായ മഴയാണ് അവർക്കുമേൽ പതിച്ചത്. ആദ് ജനത കാറ്റിലൂടെ നശിപ്പിക്കപ്പെട്ടു. സമൂദ് ജനത മഹാഘോര ശബ്ദം കൊണ്ട് നശിപ്പിക്കപ്പെട്ടു. നൂഹ് അലൈഹിസ്സലാമിന്റെ ജനത പ്രളയത്തിലൂടെ നശിപ്പിക്കപ്പെട്ടു. ഇവർ ഇവിടെ കനത്ത മഴയിലൂടെയാണ് നശിപ്പിക്കപ്പെടുന്നത്. വഅംതർന അലൈഹിം മത്തറൻ. ആ മഴയ്ക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. എന്താ പ്രത്യേകത? അത് ജലത്തിന്റെ മഴയല്ല, വെള്ളം കൊണ്ടുള്ള മഴയല്ല, അതൊരു ചരൽമാരിയായിരുന്നു, അല്ലെങ്കിൽ ശിലാവർഷമായിരുന്നു. കല്ല് ചരലുണ്ടല്ലോ, അതിങ്ങനെ ഒന്നായിട്ട് മുകളിൽ നിന്ന് ആ സമൂഹത്തിന് മേൽ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാ പറയുന്നത്. അതിങ്ങനെ വീണ് 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 വെള്ളം പൊങ്ങുന്ന മാതിരി കല്ല് പൊങ്ങി പൊങ്ങി ആ ജനത അതില് അകപ്പെട്ട് അതിനകത്ത് മരിച്ചുപോയി എന്നുള്ളതാണ്. ആലോചിച്ച് നോക്ക്, അങ്ങനെ ഒരു സമൂഹം മരിക്കണമെങ്കിൽ അവർ അത്യന്താധുനികരായിരുന്നു ആ കാലഘട്ടത്തിലെ. പക്ഷെ അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് മുമ്പിൽ അവരൊന്നുമല്ലാതായി. അബ്രഹത്തിന്റെ ആനപ്പട ഇങ്ങനെ കുഞ്ഞു പക്ഷികളുടെ കാലുകളിൽ, കൊക്കുകളിൽ ഒക്കെ ഘടിപ്പിച്ച കടലമണി പോലുള്ള കുഞ്ഞു കല്ലുകൾ കൊണ്ടല്ലേ നശിപ്പിക്കപ്പെട്ടത്. ഭൗതികമായി എത്ര സന്നാഹങ്ങൾ ഉണ്ടായാലും അല്ലാഹു തആല ഒരു സമൂഹത്തെ നശിപ്പിക്കാൻ തീരുമാനിച്ചാൽ വളരെ നിസ്സാരമാവും. അപ്പൊ അതിന് ചില നിമിത്തങ്ങൾ അള്ളാഹു സൃഷ്ടിക്കുന്നു. അള്ളാഹു ഇങ്ങനെ ചരൽമാരി വർഷിച്ചാൽ മാത്രമേ അവരെ കൊല്ലാൻ പറ്റുള്ളൂ എന്നാണോ? അങ്ങനെയല്ല.
അതൊക്കെ അതിനെ നിസ്സാരത പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, ഇത്രയൊക്കെ ഉള്ളൂ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ചരൽമാരി ആകുമ്പോൾ ആളുകൾക്ക് അവിടുന്ന് ഓടി രക്ഷപ്പെട്ടുകൂടെ? പക്ഷെ കഴിയുന്നില്ല. എവിടെ നോക്കിയാലും മഴ പെയ്യും പോലെ ഈ മഴയുടെ അകത്ത് അവർ പെട്ടുപോവാണ്. വഅംതർന അലൈഹിം മത്തറൻ. അവിടെ 2 തവണ മത്തർ പറഞ്ഞു അല്ലെ? മത്തർ എന്ന വാക്ക് ഈ ഇങ്ങനെയുള്ള ശിക്ഷാവേളകളിൽ ഖുർആൻ ഉപയോഗിക്കുന്നുണ്ട്. സാധാരണ മഴക്കും ഉപയോഗിക്കും. കനത്ത മഴയ്ക്ക് വാബിൽ, അതുപോലെ സൊയ്യിബ് എന്നൊക്കെയുള്ള വാക്ക് ഖുർആൻ വേറെ ഉപയോഗിച്ചത് കാണാം. ഗൈസ് വളരെ പ്രയോജനകരമായ മഴക്ക് ഉപയോഗിക്കുന്നുണ്ട്. വഅംതർന അലൈഹിം മത്തറൻ, ഒരു മഴ അങ്ങ് പെയ്തു. അതാ 2 തവണ ഉപയോഗിച്ചത്. അറബിയിലെ വാക്കുകൾ ആവർത്തിക്കുമ്പോൾ പറയുന്ന കാര്യത്തിന്റെ ഗൗരവവും അതിന്റെ ശക്തിയും വർദ്ധിക്കുന്നുണ്ട്. വഅംതർന അലൈഹിം മത്തറൻ ഫൻദുർ കൈഫ കാന ആഖിബത്തുൽ മുജ്രിമീൻ. അപ്പോൾ ഇത് ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ് എന്ന് വരുന്നു. ഇതിന്റെ ശിക്ഷ എന്താണ് ഇസ്ലാമിക ശരീഅത്തില്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു ശിക്ഷാരീതി അന്ന് നടപ്പിലാക്കപ്പെട്ടിട്ടില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ആകുമ്പോൾ ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ ഉണ്ടായി. അപ്പൊ അതിനെ തുടർന്ന് അവർ കൂടുതൽ പഠിക്കുകയും വിലയിരുത്തുകയും ചെയ്തിട്ട് ചില ശിക്ഷാരീതികൾ നടപ്പിലാക്കുന്നുണ്ട്. അതിൽ ഒന്ന് എന്താണ്? ഇവരെ നാട് കടത്തുക എന്നുള്ളതാണ്. നേരത്തെ ഉപദേശിച്ച ആളുകളെ നാട് കടത്താൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞത് അല്ലെ? പക്ഷെ ഈ തെറ്റ് ചെയ്യുന്നവരെ നാട് കടത്തണം. കാരണം ഇവരുണ്ടായിക്കഴിഞ്ഞാൽ ഇവ മറ്റുള്ളവരെ സ്വാധീനിച്ച് പ്രേരിപ്പിച്ച് ഈ തെറ്റിന് പിന്നെയും തുടർച്ചകൾ ഉണ്ടാക്കും. അപ്പം അതുകൊണ്ട് ഇവരെ നാട് കടത്തിക്കളയണം എന്ന തീരുമാനമാണ്. മറ്റൊന്ന് എന്താണ്? ഇവരെ ഇതുപോലെ ഒരിടത്ത് നിർത്തിയിട്ട് മുകളിൽ ഇങ്ങനെ ചരലും മണ്ണും ഒക്കെ ഇട്ട് അതിൽ മൂടി അവർ മരിച്ചു പോകണം എന്നുള്ളതാണ്. ഖാത്തിലു അൽ ഫാഇല വൽ മഖ്തൂൽ, ഇത് ചെയ്യുന്നവനെയും അതിന് വിധേയനാകുന്നവനെയും കൊന്നുകളയണം എന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്. ഇനി അങ്ങനെയല്ല, ഇവരെ ഒരു ഉയർന്ന മതിലിന്റെ അടുത്ത് കൊണ്ടുവന്ന് നിർത്തിയിട്ട് ആ മതിൽ മറിച്ച് ഇവരുടെ ദേഹത്തേക്ക് വീഴ്ത്തണം. എന്നിട്ട് അവിടെ തന്നെ അവരില്ലാതെയാവണം. അവരെ പിന്നെ എടുത്ത് മയ്യത്ത് കുളിപ്പിക്കലും നിസ്കാരവും അങ്ങനെ ഒന്നും വേണ്ട, അങ്ങനെ തന്നെ അവർ നശിച്ചു പോകണം. ഇങ്ങനെയൊക്കെ വ്യത്യസ്തമായ ഗുരുതരമായ ശിക്ഷാരീതികൾ നിർണയിക്കപ്പെട്ടു. അതുപോലെ തന്നെ ചില പണ്ഡിതന്മാർ പറയുന്നത് കോടതിക്ക് വിടണം, താസീർ എന്ന് പറയില്ലേ, അതൊരു ശിക്ഷാരീതിയാണ്. അതാത് സന്ദർഭത്തിൽ അവരിൽ ഈ തെറ്റിൽ നിന്ന് പിന്മാറാൻ വേണ്ടിയുള്ള ഗുണപാഠ ശിക്ഷകൾ നൽകണം, അവർക്ക് കൗൺസിലിംഗ് നൽകണം. ആ നിലയ്ക്ക് അവരിൽ മാറ്റം ഉണ്ടാക്കാൻ ശ്രമിക്കണം. ഇന്നും നമ്മൾ പത്രങ്ങളൊക്കെ വായിക്കുന്നു അല്ലെ? പോക്സോ കേസുകൾ, അതുപോലെയൊക്കെയുള്ള അതിക്രമങ്ങൾ, പ്രകൃതി വിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പൊ ഇത് വളരെ ഗുരുതരമായ ഒരു അത്യാചാരമാണ് എന്നാണ്. വഅംതർന അലൈഹിം മത്തറ, ഇങ്ങനെ ഒരു മഴ കൊണ്ട് അവരെ അള്ളാഹു ശിക്ഷിച്ചു. ഈ പ്രദേശം ഏതാണ്? സദോം ഗോത്രം താമസിച്ചിരുന്നത് ട്രാൻസ് ജോർദാൻ എന്ന പ്രദേശത്താണ്. സഡോമികൾ എന്ന് ഇവരെ കുറിച്ച് പറയാറുണ്ട്. ആ പ്രദേശമാണ് ഇന്ന് ചാവുകടൽ, ബഹ്റുൽ മയ്യിത്ത് ആയിട്ട് മാറിയിരിക്കുന്നത്. ചാവുകടൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പ്രദേശം അവിടെ ഉണ്ടല്ലോ. നമ്മൾ ജോർദാനിൻ്റെ ആ തീരങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ കാണാൻ കഴിയും. ഇന്നതൊരു വിനോദസഞ്ചാര കേന്ദ്രമാണ്, ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ്. കാരണം അവിടെ നമ്മൾ ആ കടലിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ മലർന്ന് കിടന്നാൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും, താഴ്ന്നു പോവില്ല. അപ്പൊ അതിന് ഭൗതികമായിട്ട് പറയുന്ന കാരണം എന്താണ്? അവിടെ ഉപ്പിന്റെ ഡെൻസിറ്റി, സാന്ദ്രത കൂടുതലായതുകൊണ്ട് മുങ്ങിപ്പോകുന്നില്ല. അതുകൊണ്ട് അതൊരു അത്ഭുതമാണ് എന്ന് നിനക്ക് പറയും. യഥാർത്ഥത്തിൽ അവിടുത്തെ ഭൂപ്രകൃതി തന്നെ മാറി മറിഞ്ഞുപോയി എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ അവർ താമസിച്ചിരുന്ന ഇടത്തേക്ക് കടൽ കയറി വരുന്ന അവസ്ഥ ഉണ്ടായി. അപ്പൊ അങ്ങനെ അവിടുത്തെ അന്തരീക്ഷം തന്നെ മാറ്റമുണ്ടായി. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അതങ്ങനെ നിലനിൽക്കുകയാണ് എന്നാണ് അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ പറയുന്നത്. അപ്പൊ അത് വളരെ ഗുരുതരമായ വിഷയമാണ്. ഫൻദുർ കൈഫ കാന ആഖിബത്തുൽ മുജ്രിമീൻ, ഈ കുറ്റവാളികളുടെ പര്യവസാനത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല അവരെ കുറിച്ച് എടുത്തു പറയുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കുന്നു. അപ്പോൾ വളരെ പഠിക്കേണ്ട ഒരു വിഷയമാണ്. ഇന്നത്തെ കാലത്തും നിലനിൽക്കുന്ന ഒരു സംഭവമാണ് ഇത് എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു തആല
ലൂത്ത് അലൈഹി ഇസ്ലാമിന്റെ ജനതയെക്കുറിച്ചുള്ള പരാമർശം അവസാനിപ്പിക്കുകയാണ്. ഇനി 85 ആരെക്കുറിച്ചാണ്? മദിയൻ എന്ന പ്രദേശത്തേക്ക് പ്രവാചകനായി നിയോഗിക്കപ്പെട്ട ഷുഐബ് അലൈഹിസ്ലാമിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളും അനുഭവങ്ങളുമാണ് അല്ലാഹു തആല വിവരിക്കുന്നത്. وإلى مدين أخاهم شعيبا قال يا قوم اعبدوا الله ما لكم من إله غيره قد جاءتكم بينة من ربكم فأوفوا الكيل والميزان ولا تبخسوا الناس أشياءهم ولا تفسدوا في الأرض بعد إصلاحها ذلكم خير لكم إن كنتم مؤمنين. وإلى مدين മദിയനിലേക്കും നാം നിയോഗിച്ചു. അഹാഹും അവരുടെ സഹോദരനെ, ഷുഐബ് എന്ന സഹോദരനെ നാം നിയോഗിച്ചു. ഖാല ഷുഐബ് അലൈഹിസ്സലാം അവരോട് എന്താ പറഞ്ഞത്? യാ ഖൗമി, എൻ്റെ സമൂഹമേ, ഉഅ്ബുദുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുവിൻ, അവന് അടിമപ്പെടുവിൻ, അവനെ ആരാധിക്കുവിൻ, അവന് വഴിപ്പെടുവിൻ. മാലക്കും നിങ്ങൾക്കില്ല, മിൻ ഇലാഹിൻ ദൈവമേതുമില്ല, ഒരു ദൈവവുമില്ല, ഗൈറുഹു അവൻ അല്ലാതെ. ഖദ് ജാഅത്കും തീർച്ചയായും നിങ്ങൾക്കിതാ വന്നെത്തിയിരിക്കുന്നു, ബയ്യിനത്തുൻ വ്യക്തമായ നിർദ്ദേശം, മിർ റബ്ബിക്കും നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള വ്യക്തമായ നിർദ്ദേശം നിങ്ങൾക്കിതാ വന്നെത്തിയിരിക്കുന്നു, വ്യക്തമായ മാർഗദർശനം നിങ്ങൾക്കിതാ വന്നെത്തിയിരിക്കുന്നു. അതിനാൽ ഫഔഫു നിങ്ങൾ പൂർത്തീകരിക്കുവിൻ, അൽ കൈല അളവ് പൂർത്തീകരിക്കുവിൻ, വൽ മീസാൻ തൂക്കവും പൂർത്തീകരിക്കുവിൻ. ഇതാണ് അവർക്കുള്ള നിർദ്ദേശം. വലാ തബ്ഖസു നിങ്ങൾ കുറക്കരുത്, നിങ്ങൾ വെട്ടിക്കുറക്കരുത്, അന്നാസ മനുഷ്യരെ അഥവാ ആളുകളുടെ, അഷ്യാഅഹും അവരുടെ വസ്തുക്കളിൽ നിങ്ങൾ കുറവ് വരുത്തരുത്. വലാ തുഫ്സിദു നിങ്ങൾ നാശമുണ്ടാക്കരുത്, ഫിൽ അർദ് നാട്ടിൽ അല്ലെങ്കിൽ ഭൂമിയിൽ, ബഅദ ഇസ്ലാഹിഹ അതിനെ സംസ്കരിച്ചതിന് ശേഷം, ദാലിക്കും അതാണ്, ഖൈറുൽ ലക്കും നിങ്ങൾക്ക് ഉത്തമമായിട്ടുള്ളത്, ഇൻ കുന്തും മുഅ്മിനീൻ നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ ഇതാണ് നിങ്ങൾക്ക് ഉത്തമം. ഇങ്ങനെയാണ് ഷുഐബ് അലൈഹി ഇസ്ലാം പ്രബോധനം ചെയ്തത്. ഓരോ സമൂഹത്തിൻ്റെയും സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രബോധകന്മാരുടെ ശൈലിയും വാക്കുകളും വിഷയങ്ങളും ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? എല്ലാവരും അടിസ്ഥാനപരമായി പറയുന്ന എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. പക്ഷേ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ആരാധനാ രംഗത്ത് മാത്രം ഒതുങ്ങേണ്ട ഒന്നല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ദിക്റായിട്ട് മാത്രം ഒതുങ്ങിപ്പോകേണ്ടതല്ല. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മേൽക്കൂരക്ക് കീഴിൽ മുഴുവൻ ജീവിതവും വന്നെത്തണം. അള്ളാഹു മാത്രമേ ഇലാഹുള്ളൂ എന്ന് പറഞ്ഞാൽ ആ അള്ളാഹുവിന് വഴിപ്പെട്ടേ ജീവിക്കാവുള്ളൂ. അതാണല്ലോ സ്വാലിഹ് അലൈഹിസ്ലാം അവരെ ഉത്ബോധിപ്പിച്ചത്, നിങ്ങൾ ധൂർത്തടിക്കരുത്. ഹൂദ് അലൈഹിസ്ലാമും ഉത്ബോധിപ്പിച്ചത്, അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളോട് നന്ദി കാണിക്കണം. ഗോപുരങ്ങൾ ഉണ്ടാക്കിയും കോട്ടകൾ പണിതും നിങ്ങൾ പൊങ്ങച്ചം കാണിക്കുകയല്ല വേണ്ടത്. നിങ്ങൾ അള്ളാഹുവെ ഇലാഹാക്കിയവരാണെങ്കിൽ നിങ്ങളുടെ ജീവിതം അള്ളാഹു പറയുന്ന അനുസരിച്ചാവണം. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലൂത്ത് അലൈഹി ഇസ്ലാം അത് തന്നെ പഠിപ്പിച്ചു. അതിനെ മറ്റൊരു വശം, നിങ്ങൾ ധാർമ്മിക വിശുദ്ധി ഉള്ളവരാകണം എന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ താല്പര്യമാണ്. അല്ലാതെ ഒരാളിങ്ങനെ തസ്ബീഹ് മാല കൈ പിടിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷെ അയാളുടെ വ്യക്തി ജീവിതം, കുടുംബജീവിതം, സാമ്പത്തിക ജീവിതം ഒന്നും ഇസ്ലാമികമല്ലെങ്കിൽ ആ ചൊല്ലുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അല്ലേ? ആലോചിക്കേണ്ട വിഷയമാണ്. അപ്പൊ അതിനാൽ ഇവിടെ
ഈ സമൂഹത്തിന്റെ പ്രശ്നം എന്താണ്? ഇവർ സാമ്പത്തിക അച്ചടക്കമില്ലാത്തവരായിരുന്നു. അളവ് തൂക്കങ്ങളിൽ കൃത്രിമം. ഇവര് ഒരു വ്യാപാര സമൂഹമാണെന്ന് മനസ്സിലാവുന്നു. അളവ് തൂക്കങ്ങളിൽ കൃത്രിമം കാണിക്കുക, അതുപോലെ തന്നെ ആളുകൾക്ക് ലഭിക്കേണ്ട വസ്തുക്കളിൽ കുറവ് വരുത്തുക, പിന്നെ വഴിക്കൊള്ള നടത്തുക, വഴിയിൽ പതിയിരുന്നിട്ട് കൊള്ള നടത്തുക, ഇതൊക്കെയായിരുന്നു അവരുടെ പരിപാടി. അപ്പോൾ ഷുഐബ് അലൈഹി ഇസ്ലാം അതിനെക്കുറിച്ച് തന്നെയാണ് അവരെ ബോധ്യപ്പെടുത്തുന്നത്. ഇലാ മദിയന അഖാഹും ഷുഐബ എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുകയാണ് ഇവിടെ എന്ന് മനസ്സിലാക്കണം. അപ്പൊ മദിയൻ എന്നത് ഏത് പ്രദേശമാണ്? ഷുഐബ് അലൈഹി ഇസ്ലാം ആരാണ്? ഇങ്ങനെയൊക്കെയുള്ള ചർച്ചകളുണ്ട്. മിദിയാൻ എന്നാണ് അത്ര മദിയനിന്റെ ബൈബിളിലുള്ള പേര്, മിദിയാൻ എന്നാണ്. ഇത് ഒരു സമൂഹത്തിന്റെ, ഒരു നാടിന്റെ പേരാണോ അല്ലെങ്കിൽ ഒരു ഗോത്രത്തിന്റെ പേരാണോ എന്നൊക്കെയുള്ള ചർച്ചകളുണ്ട്. ഇബ്രാഹിം അലൈഹിസ്ലാമിന് ഖാത്തൂറ എന്നൊരു പത്നി ഉണ്ടായിരുന്നു എന്നാണ്. നമ്മൾ സാധാരണ കേൾക്കുന്നത് സാറ ബീവിയെയും ഹാജറ ബീവിയെയും കുറിച്ചാണ്. എന്നാൽ ഖാത്തൂറ എന്നു പേരുള്ള മറ്റൊരു പത്നി ഉണ്ടായിരുന്നു. അവരുടെ ഒരു മകന്റെ പേരാണ് മദിയൻ അല്ലെങ്കിൽ മിദ്യാൻ എന്ന് പറയുന്നത്. ആ മകന്റെ വംശ പരമ്പരയിൽ നിന്നുണ്ടായ സമൂഹം പിന്നീട് മദിയൻ നിവാസികൾ എന്ന പേരിൽ അറിയപ്പെട്ടു എന്നാണ്. അങ്ങനെ പല സമൂഹമുണ്ടല്ലോ. ഇപ്പൊ മുളർ, തഗ്ലിബ് തുടങ്ങിയ ഗോത്രപ്പേരുകൾ, അതുപോലെ ഇറം ആദിന്റെ മറ്റൊരു പേരല്ലേ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള വാക്കുകൾ ഒരുപാട് വന്നായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടായ ഒരു പേരാണ് മദിയൻ. അപ്പോൾ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ മറ്റൊരു ഭാര്യയിൽ ഉണ്ടായിട്ടുള്ള ഒരു മകൻ, ആ മകന്റെ പേര് മിദിയാൻ അല്ലെങ്കിൽ മദിയൻ, അതിൽ നിന്നുണ്ടായ പേരാണ് മദിയൻ എന്ന് പറയപ്പെടുന്നുണ്ട്. ഷുഐബ് അലൈഹിസ്സലാം ആ നാടുമായിട്ട് ബന്ധപ്പെട്ട ആളാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക. ഇമാം നവവി തൻ്റെ തഹദീബുൽ അസ്മാഇ വൽ ലുഗാത്ത് എന്ന് പറയുന്ന പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ പറയുന്നത്, ഷുഐബ് അലൈഹിസ്സലാം, ഷുഐബ് നബിയുടെ പിതൃ പരമ്പരയെ കുറിച്ച് അതിൽ രേഖപ്പെടുത്തുന്നുണ്ട്. യാക്കൂബിന്റെ പുത്രൻ, ലേവിയുടെ പുത്രൻ, യഷ്ജറിന്റെ പുത്രൻ, മീകായിലിന്റെ പുത്രൻ ഷുഐബ് എന്നാണ് പറയുന്നത്. അതുപോലെ ഹാഫിദ് ഇബ്നു ഹജറും ഇത് രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആ പരമ്പര പറയുമ്പോൾ ഇബ്രാഹിം അലൈഹിസ്ലാമിലേക്ക് ഷുഐബ് അലൈഹിസ്ലാമിന്റെ പരമ്പര ചെന്നെത്തുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇനി മറ്റൊരു കാഴ്ചപ്പാടില് എന്താണ്, ഇവര് ഇസ്രയേൽ സമൂഹമാണ് എന്ന് വ്യാഖ്യാനിച്ചവരുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വ്യത്യസ്തമായ ശൈലിയിൽ ഇസ്മായിൽ അലൈഹിസ്ലാമിന്റെ പിന്മുറക്കാര് അറബികളാണല്ലോ. അതുപോലെ ഹൂദ്, സ്വാലിഹ്, ഷുഐബ്, മുഹമ്മദ്, ഈ 4 പ്രവാചകന്മാർ ആ ഒരു ഗണത്തിൽ വരുന്നവരാണ് എന്ന നിലയ്ക്ക് വ്യാഖ്യാനിച്ചവരുണ്ട്. ഇങ്ങനെ വ്യത്യസ്ത ശൈലിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും ഇബ്രാഹിം അലിഹിസ്ലാവുമായിട്ട് ഈ സമൂഹത്തിന് ബന്ധമുണ്ട്. ഉത്തര അറേബ്യയിലെ ഫലസ്തീനിനും ഹിജാസിനും ഇടയിൽ ചെങ്കടലിൻ്റെയും അഖബ ഉൾക്കടലിൻ്റെയും പൂർവ്വ തീരത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് മദിയൻകാരുടെ നാട് എന്ന് പറയപ്പെടുന്നു. അത് അഖബ ഉൾക്കടൽ തീരം മുതൽ സീനാ മരുഭൂമി വരെ വിശാലമായിരുന്നു എന്ന് ചില ചരിത്രകാരന്മാർ പറയുന്നു. അതേസമയം മറ്റു ചിലർ പറയുന്നത് സീനായുടെ കിഴക്കേ അറ്റം മുതൽ യൂഫ്രട്ടീസ് നദീ തീരം വരെയാണ് അതിൻ്റെ വിശാലത എന്ന് പറയുന്നുണ്ട്. അപ്പൊ ചരിത്രകാരന്മാരുടെ ഏത് അഭിപ്രായം നമ്മൾ സ്വീകരിക്കുകയാണെങ്കിലും മദിയൻകാര് ഇബ്രാഹിമി പാരമ്പര്യമുള്ള അറബികളായിരുന്നു എന്നതിൽ പൊതുവെ എല്ലാവരും ഏകോപിക്കുന്നുണ്ട്. ആദ്യകാലത്ത് ഇസ്മായിലികളെ പോലെ ഇബ്രാഹിം അലൈഹി ഇസ്ലാം പ്രബോധനം ചെയ്ത തത്വങ്ങൾ സ്വീകരിച്ച മുസ്ലിങ്ങൾ തന്നെയായിരുന്നു അവർ. കാലാന്തരത്തിൽ അതിൽ നിന്നൊക്കെ വഴിമാറി വ്യതിചലിച്ച് അങ്ങനെ അവര് ഈ സാമ്പത്തിക കുറ്റകൃത്യത്തിലേക്കൊക്കെ ചെന്നെത്തി എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏതായാലും ഷുഐബ് അലൈഹിസ്ലാമിന്റെ പ്രബോധനം ഒന്നുകൂടി ശ്രദ്ധിക്കാം. ഇലാ മദിയന അഖാഹും ഷുഐബ. അപ്പൊ ഷുഐബ് അലൈഹി ഇസ്ലാം അവരിൽപ്പെട്ട ആളാണ്. അതാണ് അഖാഹും എന്ന് ചേർത്ത് അവരുടെ സഹോദരൻ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. ഖാല യാ ഖൗമി, എൻ്റെ സമൂഹമേ, ഉഅ്ബുദുല്ലാഹ്, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ.
മാലക്കും മിൻ ഇലാഹിൻ ഗൈറു, അള്ളാഹു അല്ലാത്ത വേറൊരു ആരാധ്യം നിങ്ങൾക്കില്ല, അതുകൊണ്ട് ജീവിതത്തെ അള്ളാഹുവിന് വിട്ടുകൊടുക്കണം. ഖദ് ജാഅത്കും ബയ്യിനത്തും മിർ റബ്ബിക്കും, ഇതാ നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള തെളിവുകൾ. എന്താണ് തെളിവ്? ഒന്ന് തൻ്റെ പ്രവാചകത്വം തന്നെയാണ്. അതുപോലെ മറ്റ് ദൃഷ്ടാന്തങ്ങൾ, തെളിവുകൾ, മുഅ്ജിസത്തുകൾ പ്രകടമായിട്ടുണ്ടാവും. അതാണ് പറയുന്നത്. ഫഔഫുൽ കൈല വൽ മീസാൻ. എന്നിട്ട് വിഷയത്തിലേക്ക് കടക്കുന്നു. ഇങ്ങനെയൊക്കെ ആയതിനാൽ നിങ്ങൾ അളവ് തൂക്കങ്ങളിൽ പൂർണ്ണത കാണിക്കണം. ഔഫ യൂഫി, പൂർത്തീകരിച്ചു. ഔഫി, നീ പൂർത്തീകരിക്കുക. ഔഫു, നിങ്ങൾ പൂർത്തീകരിക്കുവിൻ. കൈല്, കാലയക്കീലു, അളന്നു എന്നാണ്. കൈല് എന്ന് നമ്മുടെ നാട്ടിലും തവി അല്ലെങ്കിൽ സ്പൂണ് എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. പഴയകാലത്ത് അത് തന്നെയായിരുന്നു. വെളിച്ചെണ്ണ പണ്ടിങ്ങനെ തൂക്കി കൊടുക്കുന്ന ഒരു ഉപകരണം ഉണ്ടായില്ലേ, തൂക്കിയാൽ അളന്നു കൊടുക്കുന്ന, ഇങ്ങനെ പാത്രത്തിലേക്ക് ഇട്ട് അതിങ്ങനെ പൊക്കിയെടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അല്ലേ. ഇപ്പോൾ ലിറ്ററിൻ്റെ ആണ്, അത് പ്രത്യേകമായൊരു പാത്രമാണ്. പക്ഷെ ഇങ്ങനെ പൊക്കിയിടും, കയ്യിൽ പോലുള്ള ഒരു ഉപകരണമാണ് അത്. അപ്പൊ അതിന് കുയ്യില് എന്നൊക്കെ പറയും. അപ്പൊ കയ്യിലുമായി ബന്ധപ്പെട്ടാണ് കാലയക്കീലു, അളന്നു എന്നാണ് അർത്ഥം. വസന യസിനു, തൂക്കുക എന്നാണ്. അതിൽ നിന്നാണ് മീസാൻ, ത്രാസ് എന്നുള്ള വാക്കുണ്ടാകുന്നത്. ഔഫുൽ കൈല വൽ മീസാൻ, നിങ്ങൾ അളവും തൂക്കവും പൂർത്തീകരിക്കുവിൻ. കച്ചവടക്കാരോട് പറയാണ്, അല്ലെങ്കിൽ ഒരു നാടിൻ്റെ തന്നെ സംസ്കാരം കൃത്രിമവും അഴിമതിയുമായി മാറുമ്പോൾ എല്ലാവരോടും പറയാണ് ഔഫുൽ കൈല വൽ മീസാൻ വലാ തബ്ഖസുന്നാസ അഷ്യാഅഹും, നിങ്ങൾ ജനങ്ങളുടെ വസ്തുക്കളിൽ കുറവ് വരുത്തരുത്. എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കൊടുക്കുമ്പോൾ കുറക്കുക, അല്ലെ, ഇങ്ങോട്ട് വാങ്ങിക്കുമ്പോൾ കൂടുതൽ വാങ്ങിക്കാം എന്ന രീതി സ്വീകരിക്കരുത്. ഖുർആനിൽ ഒരു സൂറ തന്നെ അവതരിച്ചില്ല ഈ വിഷയത്തിൽ. അൽ മുത്തഫിഫീൻ, അളവ് തൂക്കങ്ങളിൽ കൃത്രിമം കാണിക്കുന്നവരെ കുറിച്ച്. വൈലുല്ലിൽ മുത്തഫിഫീൻ, അളവ് തൂക്കങ്ങളിൽ കൃത്രിമം കാണിക്കുന്നവർക്ക് നാശം എന്ന് താക്കീത് ചെയ്തുകൊണ്ടുള്ള സൂറയുണ്ട്. അതിലും ഇത് തന്നെ പറയുന്നത്. ഇപ്പൊ തൂക്കി കൊടുക്കുമ്പോൾ ചെറിയ ഒരു 2-3 ഗ്രാം ഒന്ന് കുറക്കുക, അല്ലെ. അളന്ന് കൊടുക്കുമ്പോൾ അങ്ങനെ തന്നെ. ഇപ്പൊ അളവിൽ തന്നെയാണ്, തുണി അളന്നിട്ടാണല്ലോ, മീറ്റർ വെച്ചിട്ട് അളന്ന് കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കൃത്രിമങ്ങൾ കാണിക്കുക. അതുപോലെ ആളുകളിൽ നിന്ന് നമ്മളൊരു സാധനം കടം വാങ്ങിച്ചു, ഒരു തേങ്ങ കടം വാങ്ങിച്ചു, നല്ല തേങ്ങയാണ് കിട്ടിയത്, തിരിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് ചെറുത് കൊടുക്കുക. ഇങ്ങനെയൊക്കെ പല രൂപത്തിലും കൃത്രിമങ്ങൾ കാണിക്കും. അത് മുഖേന എന്താകും? നാട്ടിൽ കുഴപ്പമുണ്ടാവും. വലാ തുഫ്സിദു ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹ, അള്ളാഹു പറയാൻ, ഭൂമിയെ വെടിപ്പാക്കി വെച്ചതിന് ശേഷം നിങ്ങളായിട്ട് കുഴപ്പമുണ്ടാക്കരുത് എന്നാണ് പറഞ്ഞത്. അപ്പൊ ആരാണ് ഭൂമിയെ ശുദ്ധീകരിച്ചത്? അള്ളാഹു തആല ഈ ഭൂമിയെ വിശുദ്ധമായ ശുദ്ധ പ്രകൃതിയിൽ സംവിധാനിച്ചു. ഇവിടുത്തെ വെള്ളവും വായുവും വെളിച്ചവും അന്തരീക്ഷവും, അല്ലെ, ജീവജാലങ്ങളും മലയും കടലും കുളവും തോടും പുഴയും സസ്യലതാദികളും ഒക്കെ അള്ളാഹു ശുദ്ധമായ രൂപത്തിലാണ് സംവിധാനിച്ചത്. നിങ്ങളായിട്ട് ഇവിടെ കുഴപ്പമുണ്ടാക്കരുത് എന്ന് പറയാണ്. അപ്പൊ ഇങ്ങനെയുള്ള കൃത്രിമങ്ങൾ കാണിക്കുമ്പോൾ എന്താ സംഭവിക്കാം? ഞാൻ ഒരാൾ ഇങ്ങനെ ചെയ്തത് കൊണ്ട് ഈ നാട് അട്ടിമറിഞ്ഞു പോവോ, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും, അല്ലെ. പക്ഷെ എന്തായി? പിന്നെ പിന്നെ അത് കൂടി വന്ന് സമൂഹത്തിന് സംസ്കാരമായിട്ട് മാറി. ഇപ്പൊ നമ്മുടെ നാട്ടില് നിങ്ങൾ ആലോചിച്ച് നോക്കുക, അഴിമതി ഒരു സംസ്കാരമാണ്, അല്ലെ. ഏതെങ്കിലും ഒരു ഓഫീസില്, സർക്കാർ ഓഫീസിൽ ചെന്നാൽ ഒരു ഫയല് ഈ മേശപ്പുറത്ത് നിന്ന് ആ മേശപ്പുറത്തേക്ക് എത്തണമെങ്കിൽ കൈക്കൂലി കൊടുത്തേ പറ്റുള്ളൂ. ആരാ ഇങ്ങനെയൊക്കെ ആക്കിയത്? അതൊരു സിസ്റ്റമായിട്ട് മാറിയിരിക്കുന്നു, അല്ലെ. ആലോചിച്ച് നോക്കൂ, കോടാനുകോടികൾ ഉപയോഗിച്ചിട്ട് ഒരു ദേശീയ പാത വികസിപ്പിച്ചപ്പോൾ ആലോചിച്ച് നോക്കൂ, പലയിടത്തും വിള്ളലും പൊട്ടലും അപകടാവസ്ഥയും ഒക്കെയാണ്. എന്താ കാരണം? ആകെ കുത്തഴിഞ്ഞു പോവാണ് കാര്യങ്ങൾ, അല്ലെ. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ചില വ്യക്തികളിൽ തുടങ്ങുന്ന കാര്യമാണിത്. വ്യക്തികളിൽ തുടങ്ങുന്നതാണ്, പക്ഷെ അത് പിന്നീട് നാട്ടിലേക്കും ലോകത്തേക്കും വ്യാപിക്കുകയാണ് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. അതാണ് വലാ തുഫ്സിദു ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹ എന്ന് പറഞ്ഞു. കുഞ്ഞുണ്ണി മാഷിന്റെ ഒരു കവിതയില്ലേ, വലിയൊരു ലോകം നന്നാവാൻ ചെറിയൊരു കാര്യം ഞാൻ കാതിലോതാം, വലിയൊരു ലോകം നന്നാവാൻ ചെറിയൊരു കാര്യം ഞാൻ കാതിലോതാം, സ്വയം നന്നാവുക എന്ന് പറയുന്നുണ്ട്.
അങ്ങനെ ഓരോ ആളും എല്ലാ കാര്യത്തിലും നന്മയിലേക്ക് വരുമ്പോഴേ നാട് നന്നാവുള്ളൂ. വലാ തുഫ്സിദു ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹ. ഇസ്ലാഹ് എന്ന് പറഞ്ഞാൽ സംസ്കരണ പ്രവർത്തനമാണ്. അത് പ്രകൃതിയിൽ നടക്കുന്നുണ്ട് അല്ലെ. ഇപ്പൊ സസ്യലതാദികൾ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുന്നു, ഓക്സിജൻ പുറത്തുവിടുന്നു. അതൊരു ഇസ്ലാഹാണ്, ശുദ്ധീകരണ പ്രക്രിയയാണ്. ഇതേപോലെ അന്തരീക്ഷത്തിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ ദിവസവും ഓരോ നിമിഷവും. നമ്മൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ അകം, നമ്മുടെ ശരീരം ഇതേപോലെ ശുദ്ധിയാവുന്നുണ്ട്. ഇതേപോലെ തന്നെ മനസ്സ് ശുദ്ധിയാവണം. അതിനാണ് പ്രവാചകന്മാർ വന്നത്. നമ്മളിപ്പോൾ ഖുർആൻ പഠിക്കുന്ന അതിനാണ്. നമ്മുടെ നിലപാടുകൾ നന്നാവാൻ അല്ലെ. കച്ചവട രംഗത്തും സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നവരൊക്കെ ഇതിൽ ജാഗ്രത പാലിക്കണം. ദാലിക്കും ഖൈറുല്ലക്കും, അതത്രേ നിങ്ങൾക്ക് ഉത്തമം, ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഉത്തമം എന്ന് ഷുഐബ് അലൈഹിസ്സലാം മദിയൻ നിവാസികളെ ഉപദേശിച്ചു. ഇനി അതിൻ്റെ പ്രതികരണങ്ങളാണ് 86 മുതലുള്ള ആയത്തുകളിൽ നമുക്ക് വായിക്കാൻ കഴിയാം. ഇതേപോലെ തന്നെ ആ സമൂഹം എങ്ങനെ പ്രതികരിച്ചു, അതുപോലെ അള്ളാഹുവിൻ്റെ ഇടപെടൽ എന്തായിരുന്നു എന്നതിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും ഇൻഷാ അല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ വചനങ്ങളെ യഥാവിധി അറിയുവാൻ, ഉൾക്കൊള്ളുവാൻ, ജീവിതത്തിൽ പകർത്തുവാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. ഞങ്ങളുടെ എല്ലാ സതുദ്ദേശങ്ങളും സഫലീകരിച്ചു തരണേ നാഥ. എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നീ ആശ്വാസം നൽകണേ റബ്ബേ. അള്ളാഹുവേ, മഴയെ ഞങ്ങൾക്ക് നീ അനുഗ്രഹമാക്കി, കാരുണ്യമാക്കി, ഉപകാരപ്രദമാക്കി മാറ്റിത്തരണേ നാഥ. ഞങ്ങളിൽ ഹജ്ജ് നിയത്ത് ചെയ്ത് യാത്രയായ സഹോദരി സഹോദരങ്ങൾക്കെല്ലാം സഫലമായ ഹജ്ജ് നിർവഹിക്കാൻ തൗഫീഖ് നൽകണേ റബ്ബേ. ഹജ്ജിന് നിയത്ത് ചെയ്ത് അവസരം ലഭിക്കാതെ പോയവർക്കും അതിനുള്ള തൗഫീഖ് നൽകണേ നാഥ. അള്ളാഹുവേ, രോഗങ്ങൾ കൊണ്ട്, മാനസിക പ്രയാസങ്ങൾ കൊണ്ട്, കുടുംബപരമായ അസ്വസ്ഥതകൾ കൊണ്ട്, സാമ്പത്തിക ഞെരുക്കം കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവർക്കൊക്കെയും ആശ്വാസം നൽകി, പരിഹാരങ്ങൾ നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. ഞങ്ങളിൽ മൺമറഞ്ഞു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവരെയും അനുഗ്രഹിക്കണേ നാഥ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അൻത തവ്വാബുർ റഹീം. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നേരത്തെ നാം സൂചിപ്പിച്ചത് പോലെ